നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചെന്നേ അറിയാൻ പറ്റില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ എണ്ണ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി കൂടത്തില്ല കേട്ടോ. ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതിയാകും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 4 എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 6 പച്ചമുളക് വരെ ചേർക്കാം. മുളക് പൊടിയൊന്നും ചേർക്കില്ല. എരിവ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചേർക്കുന്ന പച്ചമുളകാണ്. അതിനുശേഷം 1-2 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ്. ഇതിപ്പോൾ നമ്മൾ കേരള സ്റ്റൈൽ ചട്നി എന്ന് പറയാൻ പറ്റില്ല. ഒരു തമിഴ്നാട് ആ ഒരു സൈഡിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ചട്നി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളതാണ് വെളുത്തുള്ളി. ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 എടുത്തത്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 1 മതിയാകും. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ സവാളയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. അതായത് സവാളയുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇതിൽ സവാള ചേർക്കുമ്പോൾ ഒത്തിരി സവാള ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു സവാള ചേർത്താൽ മാത്രം മതിയാകും. നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇഡ്ഡലി ദോശ തയ്യാറാക്കാറുണ്ടല്ലേ. അപ്പോൾ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷായിട്ട് ചട്നിയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചട്നി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ അതേ സവാള വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ മതിയാകും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കേണ്ട, മാക്സിമം ഒരു 1/4 കപ്പ് ചേർത്താൽ മതിയാകും. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊട്ടുകടല ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് കൂടണ്ട കേട്ടോ, മാക്സിമം 1/2 കപ്പ് ചേർത്താൽ മതിയാകും. ഇതിലെ പൊട്ടുകടല ചേർക്കുന്നതുകൊണ്ട് തന്നെ നാളികേരം വളരെ കുറച്ച് അളവിൽ ചേർത്താൽ മതിയാകും. ചില ദിവസങ്ങളിൽ ചെറിയ നാളികേരം കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. നാളികേരം കൊണ്ട് ചേർത്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് 4 മുതൽ 5 അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സോക്ക് ചെയ്ത് വെച്ചതൊന്നുമല്ല, ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കുന്നതാണ്. സാധാരണ നമ്മൾ ചട്നി തയ്യാറാക്കുമ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാറില്ല. പക്ഷേ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചട്നി വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ പൊട്ടുകടലയും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ചട്നി ആയിരിക്കും. അണ്ടിപ്പരിപ്പ് കൊണ്ട് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ട്, കുറച്ച് മല്ലിയില. മല്ലിയിലയും സാധാരണയായിട്ട് നമ്മുടെ ചട്നിയിൽ ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു ചട്നിയിൽ മല്ലിയിലയും കൂടെ ചേർക്കണേ. ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. എന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. കട്ട് ചെയ്യണം നിർബന്ധമില്ല, കാരണം നമ്മളിത് എന്തായാലും എല്ലാം കൂടി മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫാണ്. അപ്പോൾ ആ ചൂടിയിരുന്നതിന് മല്ലിയിലയും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ ചട്നിക്കൂട്ട് ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അപ്പോൾ ചട്നിക്കൂട്ട് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറിലോട്ട് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കാതെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കാരണം ഇതിൽ പൊട്ടുകടലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടില്ല. ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ചട്നി കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുക. അതല്ല കുറച്ച് കട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്.
അരച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ആ ചട്നിയുടെ കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. പക്ഷേ നമ്മളിതിൽ നാളികേരം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചട്നിയുടെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഡ്ഡലി കൊടുക്കുമ്പോൾ ഇഡ്ഡലിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചട്നി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചില ആൾക്കാർക്ക് ചട്നി വളരെ കുറച്ച് മതിയാകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചട്നിക്ക് വെള്ളം ചേർക്കേണ്ടത്. ഈ ഒരു ചട്നി ഇപ്പം തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക്, വറ്റൽമുളക്, കരിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നില്ല. ചൂടോടെ തന്നെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെച്ചും കൂടി ചേർത്താൽ മാത്രമേ ചട്നി കംപ്ലീറ്റ് ആകത്തുള്ളൂ. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചട്നി റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇന്ന് ചട്നിയുടെ സെർവ് ചെയ്യുന്ന ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നല്ല ചൂട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മിക്സാക്കി കാണിച്ചു തരാം. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ചട്നി കേട്ടോ. ഇത് ശരിക്കും സാധാരണ നമ്മൾ വെള്ള ചട്നി ഉണ്ടാക്കില്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചട്നി തയ്യാറാക്കി നോക്കുക. ഇനി ഇതിൽ ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല ചൂട് ഇഡ്ഡലിയും കൂടെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും. എപ്പോഴും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നല്ലൊരു എനർജി പാക്ക് തന്നെ ആയിരിക്കും അല്ലേ. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയുടെ മുകളിലോട്ട് ഇതുപോലെ ചട്നി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇതുപോലെ കഴിക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇഡ്ഡലിയിൽ ഇതുപോലെ ചട്നി ഒഴിച്ചിട്ട് നല്ല കുതിർന്ന ഇഡ്ഡലി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ വെള്ള ചട്നീൻ്റെ കാട്ടിലും കുറച്ചും കൂടി വേറിട്ടൊരു ടേസ്റ്റാണ്. കാരണം ഇതിൽ നമ്മൾ പൊട്ടുകടല അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദോശ ഇഡ്ഡലി കഴിച്ചെന്നേ അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്